2014 ആ സമയത്ത് താങ്കൾ UP-ലുണ്ടായിരുന്നു, കോൺഗ്രസ് അലയൻസ് ആയിരുന്നു. സോണിയാഗാന്ധി താങ്കളുടെ നെയ്ബറായിരുന്നു, തൊട്ടടുത്ത് തന്നെ വീട്. ചില സമയങ്ങളിൽ നടന്നു തന്നെ അവർ നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിരുന്നു. അതെ. പക്ഷെ ചിരാഗ് പാസ്വാൻ അവരെ പറ്റിച്ചു കളഞ്ഞല്ലോ. ആരെയും പറ്റിച്ചൊന്നുമില്ല സർ. ഐ തിങ്ക് അത് നീഡ് ഓഫ് ദി ഹോർ ആയിരുന്നു. പിന്നെ പ്രധാനമന്ത്രിയുടെ ഇമ്പാക്ട് ഒരുപാട് എൻ്റെ പക്കലുണ്ട്. അദ്ദേഹത്തെ ഞാൻ മുഴുവൻ മനസ്സോടെ അക്സെപ്റ്റ് ചെയ്തു. അത് മാത്രമല്ലാണ്ട് ആ സമയം വന്ന് നോക്കുവാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിഷൻ, ഞാനൊരു പഠിച്ച യങ്സ്റ്ററാണ്, അതുകൊണ്ട് ഞാൻ ആ ജാതി മതവും വെച്ച് രാഷ്ട്രീയം ചെയ്തില്ല എന്നായിരുന്നു. ആൻഡ് ഐ സേ ദാറ്റ് ഐ കം ഫ്രം ബീഹാർ. അവിടെ ഒരുപാട് ജാതികളും മതങ്ങളും പിന്നെ ഒരുപാട് ഡൈവേഴ്സിറ്റീസും ഉള്ളതാണ്. ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലെ പ്രധാനമന്ത്രി 1.2 ബില്യൺ ജനങ്ങൾക്ക് വേണ്ടി അവരുടെയൊക്കെ വളർച്ചയ്ക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരുന്നു. അത് 2014 സംഭവിച്ചതും. അതെന്നെ ഒന്ന് ശരിക്കും തിരിഞ്ഞ് നോക്കിപ്പിച്ചു. അന്ന് ആരംഭകാലത്തിൽ അദ്ദേഹം പറഞ്ഞ കറക്റ്റാണ്, ഹി വാസ് നോട്ട് റെഡി. അലയൻസ് ചേഞ്ച് ചെയ്യാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു. ഇവൻച്വലി അദ്ദേഹം അത് പിന്നെ ചേഞ്ച് ചെയ്തു. ഇപ്പോൾ താങ്കൾ മോദിയുടെ ഹനുമാനായിരിക്കുന്നു. ഇവൻച്വലി. ഇതിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ശരി, ഞാൻ പറയാം നിങ്ങളുടെ അടുത്ത്. അതായത് ഞാൻ എന്തിനു വേണ്ടി ഹനുമാനായ, എന്തുകൊണ്ടായെന്നൊക്കെ. അന്ന് 2020 തെരഞ്ഞെടുപ്പ് നടക്കുമായിരുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പിലൊക്കെ ഞങ്ങൾ തനിച്ചാണ് നിന്നത്. തെരഞ്ഞെടുപ്പിൽ തനിച്ച് നിന്നായിരുന്നു ഞാൻ. അപ്പോൾ ഇന്ത്യ അലയൻസസിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. സോ ഐ ഓപ്റ്റഡ് ഔട്ട് ഓഫ് ദ അലൈൻ. സോ ആ സമയം ഞാൻ തനിച്ചായിരുന്നു തിരഞ്ഞെടുപ്പിൽ നിന്നത്. ആ സമയം ഞാൻ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒരു സ്ഥലത്തും ഉപയോഗിക്കാൻ പാടില്ലെന്നാണ് അവർ പറഞ്ഞത്. അപ്പം ഞാൻ റെക്കോർഡിൽ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ, അദ്ദേഹം എൻ്റെ മനസ്സിലുണ്ട്. ക്യാമ്പയിന് വേണ്ടി ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഞാൻ ഉപയോഗിക്കില്ലെന്നാണ് പറഞ്ഞത്. അദ്ദേഹം എൻ്റെ മനസ്സിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അങ്ങോട്ട് ഹനുമാനാണ്.